ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് മരിച്ചീനി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മരിച്ചീനി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. സ്ഥിരമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഇത് വല്ലപ്പോഴും ആകുമ്പം എല്ലാവർക്കും ചോറിനെക്കാട്ടിലും ഇഷ്ടം മരിച്ചീനിയാണ്. അപ്പോൾ ഞാൻ ദേ മരിച്ചീനിയുടെ തോട് കളയുവാണേ. അപ്പോൾ എനിക്ക് മരിച്ചീനിയൊക്കെ അരിഞ്ഞെടുക്കാൻ കുറച്ച് സമയം വേണം. അപ്പോൾ ഞാൻ കരുതി തോട് കളഞ്ഞ് അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് മരിച്ചീനി അരിയാമെന്നു. ഈ മാങ്ങാ പച്ചടി വയ്ക്കാനായിട്ട് ഞാൻ പുറത്ത് പോയി മാങ്ങ പറിച്ചിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ മാങ്ങ അരിഞ്ഞ് പച്ചടി വയ്ക്കാനായിട്ട് ഉപ്പും ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. മാങ്ങ വെന്ത് വരുമ്പോഴേക്കും തോരൻ വയ്ക്കാനായിട്ട് ഞാൻ ക്യാബേജും സവാളയും കൂടി ചോപ്പറിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ തോരത്തിനായിട്ട് പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഞാനിവിടെ ചീരയ്ക്കും മുരിങ്ങയിലയ്ക്കും ഒഴികെ ബാക്കി എല്ലാ തോരത്തിനും കടുകിനൊപ്പം ഉഴുന്നുപരിപ്പ് കൂടെ ചേർക്കാറുണ്ട്. ആ ഉഴുന്നുപരിപ്പിൻ്റെ നിറം മാറി വരുമ്പോഴേക്കും നമുക്ക് തോരത്തിനുള്ളത് അതിലേക്ക് എടുത്തിട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് പൊടിയും ചേർത്ത് ഞാൻ കുറച്ച് വെള്ളം കൂടി ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. ഇനി എല്ലാ കറികൾക്കും അരയ്ക്കാനായിട്ടുള്ള തേങ്ങ ചിരകി എടുക്കണം. അപ്പോൾ ഞാൻ തേങ്ങ ചിരകി എടുത്ത സമയം കൊണ്ട് ഇവിടെ പച്ചടിക്കുള്ള മാങ്ങ വെന്ത് ഇട്ടിട്ടുണ്ട്. ഇത് തന്നെ ഞാൻ തോരത്തിനുള്ളത് അരച്ചെടുത്തിട്ടുണ്ട്. കാരണം ക്യാബേജ് വെന്ത് കിടക്കുകയാണ്. ക്യാബേജ് കരിഞ്ഞു പോകുന്നതിന് മുന്നേ അരപ്പിടണമല്ലോ. ഇവിടെ ക്യാബേജ് തോരൻ വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ നന്നായിട്ട് മൂത്ത് കിട്ടണം. നമ്മൾ സദ്യക്കൊക്കെ പോകുമ്പോൾ കിട്ടുന്ന തോരനില്ലേ അതുപോലെ. അപ്പോൾ ഞാൻ അരപ്പിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ലോ ഫ്ലെയിം ഇട്ടിട്ടുണ്ട്. അത് അവിടെ കിടന്ന് നന്നായിട്ട് മൂക്കട്ടെ. ഇനി എനിക്ക് മാങ്ങാ പച്ചടിക്ക് അരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് തേങ്ങയും കടുകും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് അരഞ്ഞു വരുമ്പോൾ അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് അരച്ചെടുക്കണം. അപ്പോൾ വേവിച്ച് വെച്ച മാങ്ങയിലേക്ക് അരപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുക് പൊട്ടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ ഈ പച്ചടി എടുത്ത് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഒഴിച്ചിട്ടുണ്ട്. ഇനി മരിച്ചീനിക്ക് അരയ്ക്കാനായിട്ട് ഞാൻ 3 വയലറ്റ് കാന്താരിയും വെളുത്തുള്ളിയും ജീരകവും മഞ്ഞളും തേങ്ങയും എടുത്തിട്ടുണ്ട്. അപ്പോൾ മരിച്ചീനിക്ക് അരച്ചെടുത്ത ശേഷം ഞാൻ മീനിനും കൂടി അരച്ചെടുക്കുന്നുണ്ട്. മുമ്പൊക്കെ ചേട്ടൻ്റെ അമ്മ എന്നും മാർക്കറ്റിൽ പോയായിരുന്നു മീൻ വാങ്ങിക്കൊണ്ട് വരാറ്. പക്ഷേ ഇപ്പോൾ ഷോപ്പ് തുടങ്ങിയതിന് ശേഷം അവർ കൊണ്ടുപോകുന്നവരുടെ നിന്നാണ് മീൻ വാങ്ങുന്നത്. അപ്പോൾ ഇന്ന് ചൂരയാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ ചൂരയ്ക്ക് അരപ്പെല്ലാം മിക്സ് ചെയ്തിട്ട് നോക്കുമ്പോഴാണ് കളർ കുറച്ച് കുറവാണെന്ന് കണ്ടത്. ഞാൻ പിന്നെ കുറച്ചുകൂടെ മുളക് പൊടി ചേർക്കുന്നുണ്ടായിരുന്നു. കാരണം എൻ്റെ ചേട്ടൻ ഒരു കറി കൂട്ടണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ടല്ല, കളർ നോക്കിയിട്ടാണ്. പുള്ളി ഉദ്ദേശിച്ച കളറല്ലാന്നുണ്ടെങ്കിൽ എത്ര ടേസ്റ്റുള്ള സാധനമാണെങ്കിലും അത് ടേസ്റ്റ് ചെയ്ത് പോലും നോക്കത്തില്ല. അപ്പോൾ മീൻകറി വേവാൻ വെച്ച് മരിച്ചിനിക്കുള്ള വെള്ളവും വെച്ചിട്ട് ഞാൻ ദേ മരിച്ചിനി അരിയാൻ ഇരിക്കുവാണ്. ഞാൻ ഈ മരിച്ചിനി അരിയാൻ പഠിച്ചത് കല്യാണത്തിന് ശേഷമാണ്. കാരണം എൻ്റെ വീട്ടിൽ അനിയത്തി ആരെക്കൊണ്ടും മരിച്ചിനി തൊടിക്കത്തില്ല, അവൾക്ക് തന്നെ അരിയണം. അതും തീരെ ചെറുതിലെ തന്നെ അവൾ നല്ല നൈസായിട്ട് മരിച്ചിനി അരിയാറുണ്ടായിരുന്നു. എനിക്കെല്ലാം കയ്യിൽ വെച്ച് അരിയുന്നതാണ് ഇഷ്ടം. ഞാൻ കട്ടിംഗ് ബോർഡ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാൻ കല്യാണത്തിന് ശേഷം പഠിച്ച മറ്റൊരു ജോലിയാണ് ആഹാരം വിളമ്പുക എന്നുള്ളത്. ഞാൻ കല്യാണത്തിന് മുന്നേ വരെ ഞാൻ സ്വന്തമായിട്ട് വിളമ്പി കഴിക്കാറുമില്ല, ആർക്കും വിളമ്പി കൊടുക്കാറുമില്ലായിരുന്നു. ഞാൻ പഠിക്കാൻ പോയിട്ട് വരുന്ന ടൈമിലൊക്കെ അമ്മ വീട്ടിലില്ലാന്നുണ്ടെങ്കിൽ അമ്മ എനിക്കുള്ള ഫുഡ് അവിടെ വിളമ്പി വെച്ചിട്ടേ പോകാറുള്ളായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ അമ്മ വരുന്നത് വരെ അവിടെ കഴിക്കാതിരിക്കും. ഇപ്പോഴും എൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് അമ്മ തന്നെ വിളമ്പി തരണം. ഞാൻ ആഹാരമേ വിളമ്പാറില്ല, പിള്ളേർക്കും കൊടുക്കത്തില്ല. അവിടെ അവർ രണ്ടാളും എന്നോട് ഫുഡ് ചോദിക്കാറുമില്ല, അമ്മയുടെ പോയി ചോദിക്കുകയുള്ളൂ ആഹാരം തരുമെന്ന്. പക്ഷേ അമ്മ ഇവിടെ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഞാൻ അമ്മയെക്കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കാറില്ല. ഞാൻ തന്നെയാണ് അമ്മയ്ക്ക് ഫുഡ് വിളമ്പി കൊടുക്കുന്നത്. ഈ മരിച്ചിനി ഞാൻ നൈസായിട്ട് തന്നെയാണ് അരിഞ്ഞെടുത്തത്. എന്നിട്ടും ഭയങ്കര വേവായിരുന്നു. ഞാൻ 2 വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടാണ് ഇത് വേവിച്ചെടുത്തത്. അധികം വെന്ത് കുഴഞ്ഞു വന്നിട്ടില്ല, എന്നാലും നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നല്ല ടേസ്റ്റായിരുന്നു. കുറച്ച് ദിവസം കഴിക്കാതിരുന്നതുകൊണ്ടാണെന്ന് അറിയില്ല, നല്ല ടേസ്റ്റായിരുന്നു. ഇവിടെ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ മുതൽ മക്കളും അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് അച്ഛനും മാറി മാറി മരിച്ചിനിയും ചൂരയും ഒഴിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അധികം സമയം വേണമെന്നത് അരിഞ്ഞെടുക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടി ലാസ്റ്റ് ആക്കിയത്. അപ്പോൾ എനിക്ക് സമാധാനത്തിൽ ഇരുന്ന് അരിയാമല്ലോ, ബാക്കി പണിയെല്ലാം കഴിഞ്ഞ് എന്നുള്ളൊരു സമാധാനമുണ്ട്. അപ്പോഴേക്കും ഞാൻ മരിച്ചീനിക്ക് വെച്ച വെള്ളമെല്ലാം നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഞാൻ പിന്നെ ഈ മരിച്ചീനി കൊണ്ടുപോയി 3 വെള്ളം കഴുകിയെടുത്ത് ഞാൻ തിളച്ച വെള്ളത്തിലേക്ക് മരിച്ചീനി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ആദ്യത്തെ വെള്ളം നന്നായിട്ട് തിളച്ച് ഞാൻ മരിച്ചീനി കോരി നോക്കിയപ്പോൾ ഒട്ടും തന്നെ വെന്തിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ ആ വെള്ളം ഊറ്റിക്കളഞ്ഞ് രണ്ടാമത് അടുത്ത് വീണ്ടും വെള്ളം ഒഴിച്ച് ഊറ്റിയെടുത്തായിരുന്നു. ജോലിയെല്ലാം കഴിഞ്ഞെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് നന്ദയുടെ മാങ്ങക്കറി തീർന്ന കാര്യം ഓർത്തത്. പിന്നെ ഞാൻ പോയി അവൾക്ക് വേണ്ടി മാത്രം മാങ്ങ പറിച്ച് അതിൽ അരിഞ്ഞ് ഉപ്പും കായവും ഇട്ട് വെച്ചിട്ടുണ്ട്. അല്ലെ പിന്നെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കത്തില്ല മാങ്ങ ഇല്ലെങ്കിൽ. അപ്പോൾ അതേ മീൻകറിയും വറ്റി വന്നിട്ടുണ്ട്, മരിച്ചിനിയും റെഡിയായി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കറികൾ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.